ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്ന ഈ സ്ക്രിപ്റ്റുകളുടെ ഒരു അപകടം സ്ക്രിപ്റ്റുകൾ വന്ന് സംവിധാനം വേറെ സ്ക്രിപ്റ്റുകൾ ഒരു ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ വലിയ പരാജയം സംഭവിക്കുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയെ പൊതുവെ പറയുന്നുണ്ട്, തിയേറ്ററോട് പറഞ്ഞത് ഈ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ സുഹൃത്തുക്കൾ അവരെ എന്താണ് ചെയ്യാറ്, ഈ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത കാര്യത്തിൽ ഞാൻ പുറകോട്ട് പോകാറുള്ളത് എനിക്ക് തോന്നുന്നു, സ്വയമായിട്ട് എനിക്ക് തോന്നുന്നു. സ്ക്രിപ്റ്റുകൾക്ക് ഒരു ബലമില്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു പരാജയം വലുതായിട്ട് സംഭവിക്കാറില്ല. അത് എന്താ സംശയം? അതല്ലേ ഫൗണ്ടേഷൻ. ഇതിൽ ഉത്തരം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിച്ച സിനിമകൾക്കൊന്നും അതില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളെ ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇക്കെന്തിനാണ് നമ്മൾ അഭിനയിച്ച സിനിമ നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ? അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചു, ആരെങ്കിലും ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു, സ്ക്രിപ്റ്റിന്റെ ബലത്തിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. ബന്ധങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പോകുന്നത്. അപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത വലിയ വലിയ ബാനറുകളാണല്ലേ. അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. നമ്മളവരെ വിശ്വസിച്ചു പോകുന്നു. ചേച്ചിന് കേട്ടു. അപ്പൊ എനിക്കൊരു 90% ഓക്കെയാണ്. കാരണം ചേച്ചി പോലെ ബാനറിലുള്ള ഇത്രയും സക്സസ് റേറ്റിൽ ബാനർ കേൾക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിന് കാശ് കൊടുക്കുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടില്ലേ നമ്മൾ പോകുന്നത്. ഇത് പാളിപ്പോകുന്ന എവിടെയാ? എക്സിക്യൂട്ടീവ് ചെയ്യുമ്പോൾ പാളിപ്പോവാം അല്ലെ, പടം ഷൂട്ടിനിടയിൽ പാളിപ്പോവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അതുപോലെ വർക്കൗട്ട് ആയില്ലെങ്കിൽ പാളിപ്പോവാം. ഏത് ഘട്ടത്തിൽ വേണം പാളിപ്പോവാം. പിന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളൂ. യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം. അപ്പൊ അത് വലിയ വലിയ എന്താ പറയണ്ട, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ ഈ വർഷം ഇറങ്ങിയ എത്ര സിനിമകളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ, ഞാൻ ആസിഫ് പോയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേക്ക് ഒരുമിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ സർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു. ഓക്കെ, ഇവിടുത്തെ റിവ്യൂസ് എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല? എന്താണ് നല്ല സിനിമ വന്നു, നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നപ്പോൾ പുള്ളിക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്നോട് പറയുന്നത് ആള് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? നല്ല സിനിമയാണ്, ഇവിടുത്തെ റിവ്യൂസും ക്രിറ്റിക്സ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടും തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ട്. അത്രയും ചൂസ് ചെയ്യുക ആൾക്കാർ. സിനിമ നന്നായതുകൊണ്ട് കാര്യമില്ല, അതിന്റെ എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാലും മാത്രമേ ഒരു സിനിമ ഇതുള്ളൂ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ. തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ അതിലുള്ള എക്സെപ്ഷനാണ് പ്രിൻസ് പോലത്തെ സിനിമകൾ. കാരണം അതൊരു കുടുംബ ചിത്രമാണ്. സാധാരണ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, കാരണം പ്രിൻസിന്റെ വിജയം എന്ന് പറയുന്നത് സാധാരണ കുടുംബ ചിത്രം. പക്ഷെ ദിലീപേട്ടന്റെ ഒരു ആവറേജ് സിനിമ പോലും, ഒരു ആവറേജ് ആയാൽ തന്നെ ദിലീപേട്ടന്റെ പടം ഹിറ്റാണ്. കാരണം കുടുംബ ജനപ്രിയനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആവറേജ് സിനിമ വന്നാൽ തന്നെ മലയാളത്തിൽ അത് ഹിറ്റാണ്. അപ്പൊ ഈ സിനിമ ഇപ്പൊ ഇത്രയും ആൾക്കാർ വരാൻ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു സാധ്യത വെച്ചാൽ ഇതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം ഇതൊരു ഓർഡിനറി സിനിമയല്ല, ഇത് വെൽ മെയ്ഡ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധ്യതയുള്ള സിനിമ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നതും നമ്മൾ എടുത്തു പറയുന്ന കാര്യം അതാണ്. അപ്പൊ ആ രീതിയിൽ ഇന്നത്തെ സിനിമക്ക് ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ വേണോ? പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ, ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് നമ്മളിപ്പോൾ സിനിമ ചെയ്തു, ആർട്ടിക്സ് ആയാലും. അപ്പം അത് പുതിയ ഡയറക്ടർ, അത് വലിയ ബഡ്ജറ്റ് കൂടിയായിരുന്നു, അത് നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു. അത് മെയിൻ ആക്ടേഴ്സ് അല്ലല്ലോ ഒന്നും അഭിനയിച്ചത്. ഇവർ വന്ന് ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു മീൻസ് അത് ഇഷ്ടപ്പെട്ടു, അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞാൻ 3 പേരായിരുന്നു നമ്മൾ അതിലുണ്ടായിരുന്നു. ഇപ്പം ഞാനുമായിട്ട് ആക്ച്വലി ഞാൻ ധ്യാനമായിട്ട് സംസാരിക്കുന്നത് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത്, എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ധ്യാനൊന്ന് കേൾക്കണം. അത് കേട്ടു, ഞാൻ ഇഷ്ടമായി. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഓണാണ്. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. ധ്യാൻ റെഡിയാണി ഒന്നും അതിൽ ചാൻസ് ചോദിച്ചാൽ നമ്മൾ ഒരുമിച്ച് ഒരു പടം ഓടിയിട്ടില്ല. നമ്മുടെ കോമ്പോ ഫ്ലോപ്പാണ്.
തീരുമാനമെടുക്കാം. അതെ. ഞാൻ എന്നതിലേക്കാണ് ആദ്യം വന്നത്. ആ. ഇവിടെ വെച്ച് പ്രൊഡ്യൂസർ ഇപ്പം ചെയ്യാൻ തയ്യാറാണ്, ഡയറക്ട് ചെയ്യാൻ തയ്യാറാണ്. അതെന്ത് why not? കൈ കൊടുത്ത് ഇവിടെ ഉറപ്പിക്കാൻ നമുക്ക് ഒരു പുതിയ സിനിമ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛനെ എന്റെ 500 സ്ക്രിപ്റ്റ് ചെയ്ത് തരാമെന്ന് സാധനം ഓർമ്മയുണ്ടോ? നിങ്ങളല്ലേ മധ്യസ്ഥ സ്ക്രിപ്റ്റിനെല്ലാം പുള്ളി എഴുതണമെന്നല്ലേ പറഞ്ഞത്? തയ്യാറാന്ന് ചോദിക്കും പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിക്കും. ആ സ്ക്രിപ്റ്റാണ് ഞാൻ ചോദിച്ചതിന് ബാലൻസ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. പുതിയ താരങ്ങളാണ്, അങ്ങനെയാണ് പുതിയ സംവിധാനമാണ്. ഇവരൊക്കെ ഒന്ന് ഹിറ്റെടുത്ത് പോയി ഇങ്ങനെ കുഞ്ഞ വേദന തിരിഞ്ഞു നമ്മളപ്പോഴത്തേക്ക് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ. അവര് വിളിച്ചാൽ സംസാരിക്കും, വിളിച്ചില്ലെങ്കിലും വിഷമമില്ല. അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായല്ലോ, പിന്നെ അവരതുമായിട്ട് മുമ്പോട്ട് പോവല്ലേ. അതേ ഉള്ളൂ. നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളുടെ ഒരു മൂവിക്ക് അവർ വലിയൊരു ഡയറക്ടർ ആവുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസറാണെങ്കിലും റിസ്ക് എടുക്കുന്നത്. അതിൽ വിജയിച്ചു വരുമ്പോൾ അവരുടെ കഴിവുണ്ട്. പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കുന്നത് വിളിക്കാത്തവരുടെ ഇഷ്ടമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി മേഡത്തിനാണ് ഉണ്ടായത്. മേഡത്തിന് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത വിഷമത്തിലേക്ക് മേഡം എത്തിയായിരുന്നു. വലിയ ഇടപെടലൊക്കെ ഉണ്ടായി. പിന്നെ ആ ഒരു സിനിമയ്ക്ക് അവരെ സമീപിക്കണമെന്നോ അവരുമായിട്ട് ഇങ്ങനെ ഒരു കൈകോർത്ത് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഇത് ഇൻഡസ്ട്രിയിൽ എല്ലാ പിണക്കവും ടെമ്പററി ആണല്ലോ. നമ്മൾ ആരും പെർമനന്റ്ലി ഒന്നും കൊണ്ട് നടക്കില്ലല്ലോ. ചിലപ്പോൾ ഞാൻ പിണക്കം വീണ്ടും സിനിമ ചെയ്യില്ല. സിനിമ ചെയ്തതിനു ശേഷം പടം കണ്ടേ സൗണ്ട് ഇവിടെ ഒന്നും പെർമനന്റ് അല്ലല്ലോ. ആ സമയത്തുള്ള